വാൽപ്പാറയിൽ പുലി പിടിച്ച 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന്റെ പകുതിയും പുലി ഭക്ഷിച്ച നിലയിലായിരുന്നു. ഇന്നലെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി പിടിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഷംന, വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു. ആ കുട്ടിയെ കാണാതായത് മുതൽ പിന്നീട് മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തകൾ വരുമ്പോഴൊക്കെ വരെ പകുതി ഭക്ഷിച്ച നിലയിലാണ് ആ മൃതദേഹം ലഭിച്ചത്. അടുത്തുനിന്ന് തന്നെയുള്ള ഒരു തേയിലത്തോട്ടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് മനസ്സിലാകുന്നു. ഈ കുട്ടി വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് എത്ര ദൂരത്തേക്ക് കൊണ്ടുപോയിരുന്നു ഈ പുലി? മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്? വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയെ പുലി വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഈ ഒരു വർഷം തുടങ്ങി ഏകദേശം പകുതിയാകുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെ തന്നെ വന്യജീവി ആക്രമണത്തിൽ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത്. അത് വാൽപ്പാറയിൽ മാത്രമല്ല, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം മേഖലകളിലൊക്കെ ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ കടുവ പിടിച്ചും പുലി പിടിച്ചും ഈ കാട്ടാന ആക്രമിച്ചുമൊക്കെ നിരവധി ജീവനുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ പൊലിഞ്ഞത്. എന്തായാലും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇര ഇപ്പോൾ ഒരു 4.5 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞ് ആണ് എന്നതാണ് ഏറ്റവും ദാരുണമായ ഒരു സംഭവം. ഇന്നലെ വൈകിട്ട് 4:30 കൂടിയായിരുന്നു ഈ കുട്ടി വീടിന് മുമ്പിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ പുലി സമീപത്തെ തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരിക്കുന്ന പുലി പെട്ടെന്ന് പാഞ്ഞടുത്തതും കുട്ടിയെ വലിച്ചഴിച്ചു കൊണ്ടുപോയതും. സമീപത്തുണ്ടായിരുന്ന തോട്ടം തൊഴിലാളികൾ വലിയ രീതിയിൽ ബഹളം വെച്ചെങ്കിൽ കൂടി പുലി കുട്ടിയെ ഉൾക്കാട്ടിലേക്ക്, ഈ തേയിലത്തോട്ടത്തിനിടയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇന്നലെ നടത്തി. വനം വകുപ്പും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം നാട്ടുകാരും ചേർന്ന് വ്യാപകമായ തെരച്ചിലായിരുന്നു ഇന്നലെ സമീപത്ത് നടത്തിയത്. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെയൊക്കെ വാൽപ്പാറ മേഖലയിൽ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ കുഞ്ഞിന്റെ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കാനാവുന്നതും ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു ഈ നാട്ടുകാരുടെ കൂടി നേതൃത്വത്തിൽ. പക്ഷെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇന്ന് രാവിലെ ഏറെ നേരത്തെ തന്നെ കുട്ടിക്കായുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ച് ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് വീടിന് 300 മീറ്റർ അകലെയുള്ള കാട്ടിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഏറ്റവും ദുഃഖകരമായ ദാരുണമായ ഒരു സംഭവം, ഈ കുട്ടിയുടെ മൃതദേഹം പകുതിയും പുലി കടിച്ച് ഭക്ഷിച്ച നിലയിലായിരുന്നു എന്നതാണ്. കാരണം ഇന്നലെ ഒരു പക്ഷേ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒരു ദുഃഖകരമായ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോവില്ലായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്കതിന് സാധിച്ചില്ല. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ പകുതിയും ഈ പുലി ഭക്ഷിച്ചു എന്നതാണ് ഏറ്റവും സങ്കടകരമാകുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ ജാർഖണ്ഡ് സ്വദേശികൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ എത്തുന്നത്, വാൽപ്പാറയിൽ എത്തുന്നത്. ഇവിടെ തോട്ടം തൊഴിലിന് വേണ്ടിയാണ് ഈ മനോജും കുടുംബവും എത്തുന്നത്. ഇവരുടെ മകളാണ് ഈ കൊല്ലപ്പെട്ടതും. എന്തായാലും കഴിഞ്ഞ ആഴ്ച തൊഴിൽ തേടിയെത്തിയ ഒരു ജാർഖണ്ഡ് സ്വദേശികളുടെ കുട്ടിയാണ് ഇത്തരത്തിൽ ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി മേഖലയിൽ കാട്ടാന അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിരുന്നു, മേഖലയിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാട്ടുകാർ നിരവധി തവണ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നില്ല എന്നൊക്കെ ഇപ്പോൾ ആരോപണം വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വാൽപ്പാറ മേഖലയിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെയുള്ള ഈ വന്യജീവി ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ കാര്യക്ഷമമായി ഒന്നും നടക്കുന്നില്ല എന്നൊരു വലിയ ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഒരു 4.5 വയസ്സുകാരിയുടെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അത് കൃത്യമായി ഈ സംസ്ഥാന സർക്കാരിന്റെ കൂടി ഒരു വീഴ്ചയായിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. അതായത് ഈ വന്യജീവികളെ നിയന്ത്രിക്കാനും അവയെ കാട് കടത്താനും ഒപ്പം തന്നെ മയക്കുവെടി വെക്കാനും ഒക്കെയുള്ള നടപടികൾ അത് കാര്യക്ഷമമല്ലാത്തത് കൊണ്ട് മാത്രമാണ് വീണ്ടും സംസ്ഥാനത്ത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണം. എന്തായാലും മേഖലയിൽ കഴിഞ്ഞ ദിവസമായി ഇത്തരം ഈ പുലിയുടെയും ഒപ്പം കാട്ടാനയുടെയൊക്കെ സാന്നിധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള ആശങ്ക പ്രദേശവാസികൾ ഇപ്പോഴും പുലർത്തുന്നുണ്ടാകും. അതിർത്തി മേഖലയാണ് തമിഴ്നാട്ടിലെ ഭാഗത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. നേരത്തെയും ഈ വന്യമൃഗ ശല്യമുള്ള ഒരു മേഖലയായിരുന്നു. ഷംന, ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും പുലിയെ പിടിക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. പുലിയെ പിടികൂടാനുള്ള നരഭോജിയാണ്. അപ്പോൾ
പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങളുണ്ടോ? കൂട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ടോ? കേരളത്തോട് ചേർന്ന അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ആ ജാഗ്രത ഇവിടെയും തുടരുന്നുണ്ടോ? ഷംന, ശരി, എന്തായാലും വലിയ രീതിയിൽ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വാൾപ്പാറയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ കേട്ടത്. ഇന്നലെ കുട്ടിയെ കാണാനില്ലായിരുന്നു, പുലി പിടിച്ച് കുട്ടിയെ കാണാനില്ലായിരുന്നു. ഇപ്പോൾ മുതൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് 300 മീറ്റർ അകലെ കാട്ടിൽ നിന്നാണ് ഇന്ന് മൃതദേഹം കിട്ടുന്നത്. പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. എന്തായാലും അവിടെ വലിയ ആശങ്കയിലും ഭീതിയിലുമാണ് ജനങ്ങൾ.